നിങ്ങൾ ഇത്ര കാലവും അടച്ച ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്ന് ഒരു തുക റീഫണ്ടായിട്ട് കിട്ടാനുണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. പേയ്മെൻറ്റ് ലിങ്കാണ്. നിങ്ങൾക്ക് അതിലൂടെ കാശ് ഇങ്ങോട്ട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഇമെയിൽ സന്ദേശങ്ങൾ, വാട്സപ്പ് മെസ്സേജുകൾ ഒക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യം, ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരുന്നത് ആധികാരികമായിട്ടുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വെബ്സൈറ്റിൽ നിന്നാണോ അതോ അതുപോലെ തോന്നിപ്പിക്കുന്ന വെബ്സൈറ്റാണോ നൽകിയിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പരമപ്രധാനമായ കാര്യം, ഇങ്ങനെയുള്ള ലിങ്കുകൾ തുറക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഞങ്ങൾ പരാമർശിച്ച പാസ്പോർട്ട് എക്സ്പയറി നോട്ടിഫിക്കേഷൻ എന്ന രൂപത്തിൽ വരുന്ന ഒരു തട്ടിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാര്യം പറഞ്ഞപ്പോൾ എത്ര പേരാണ് തത്തുല്യമായ മെസ്സേജസ് കിട്ടി, കുറച്ചു പേരെങ്കിലും ആശങ്കാകുലരായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരം ലിങ്കുകൾ വരുമ്പോൾ ഇമെയിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും SMS ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ് ലിങ്കുകളിൽ പോകാതിരിക്കുക. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കടത്തിലെ മുഖ്യകണ്ണി എന്ന് കരുതപ്പെടുന്നതിൽ ഒരാൾ, പ്രവാസിയായിട്ടുള്ള രാജസ്ഥാൻ സ്വദേശി എന്ന് രേഖകളിൽ കാണുന്ന ഒരാൾ അറസ്റ്റിലായി. UAE അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് നാട് കടത്തുന്നത് പോലെ ഇവിടെ നിന്ന് പിടിച്ച് ഇന്ത്യക്ക് കൈമാറി എന്ന അർത്ഥത്തിൽ റിപ്പോർട്ട് വരികയാണ്. പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് മുനിയാട് അലി ഖാൻ എന്നാണ്. അദ്ദേഹം നാളിതുവരെയായിട്ട് UAE-യിൽ നിന്ന് ഇഷ്ടം പോലെ സ്വർണം നാട്ടിലേക്ക് കള്ളക്കടത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുപോയിരുന്ന ഒരു വലിയ കണ്ണിയുടെ മുഖ്യ ഇടപാടുകാരനായിരുന്നു എന്നാണ് CBI പറയുന്നത്. സ്വർണ്ണവിലയുടെ കാര്യത്തിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിലവർദ്ധനവിന് ഇന്ന് സെപ്റ്റംബർ 12 സാക്ഷിയായി. ഒരൗൺസിന് $2555 എന്ന വില നിലവാരം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റ്. വളരെ പ്രശസ്തനും 10-20 വർഷത്തെ പാരമ്പര്യവുമുള്ള ഒരു ഓർത്തോപീഡിക് ഡോക്ടർ, UK-യിൽ കുട്ടികളുടെ കാലിനും കൈക്കുമൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സർജറി നടത്തി കൊടുക്കുന്ന ഡോക്ടർ, അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയും UAE അടക്കമുള്ള രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് പല വിധത്തിലും വന്ന് ഇടപെടാനുള്ള അവസരമുണ്ടായിരുന്നത് അതാത് ഗവൺമെൻറ്റുകൾ ഇപ്പോൾ അതിനെ നിർവീര്യമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം, ഇദ്ദേഹം ഓപ്പറേഷൻ നടത്തിയ പല കുട്ടികൾക്കും കാല് മുറിച്ചു മാറ്റൽ വരെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയി ഗുരുതരമായ ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അദ്ദേഹം UAE തന്നെയുള്ള പല ആശുപത്രികളുമായിട്ടും ലിങ്ക് ഉണ്ടായിരുന്നതാണ്. ഈ വിസിറ്റിംഗ് പ്രൊഫസർ എന്നൊക്കെ പറയുന്നത് പോലെ പല ആശുപത്രികളിലും അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് കുട്ടികളുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി വരുന്ന ആളായിരുന്നു. ഡോക്ടറുടെ പേര് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഡോക്ടർ യാസിർ ജബ്ബാർ എന്നാണ്. അദ്ദേഹം ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണെന്ന് പറയപ്പെടുകയാണ്. ഏതായാലും ചെറിയൊരു മുഴയുമായിട്ടൊക്കെ ചെല്ലുന്ന കുട്ടികൾക്ക് വലിയ ഓപ്പറേഷൻ നടത്തിയിട്ട് ഈ കാൽ മുറിച്ചു മാറ്റുന്നത് വരെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോയ സന്ദർഭങ്ങളുണ്ട്. UK-യിൽ ഏതായാലും ഇദ്ദേഹം ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള മൊത്തം കുട്ടികളുടെയും ഡേറ്റാബേസ് ശേഖരിച്ചിട്ട് ഒരു പുനർവിചിന്തനം, റിവ്യൂ ഇക്കാര്യത്തിൽ നടത്തുകയാണ് എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ 12 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.